ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സൺഡേ എടുത്തിട്ടുള്ളതാണ്. സൺഡേയിലത്തെ വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ടെറസിൻ്റെ മേലേക്ക് ഒന്ന് പോയി. ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ഒരാളാണ് അനുപമ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരുടെ ബർത്ത്ഡേ ഏപ്രിൽ 26 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ശരിക്കും ഇത് ഡേറ്റ് ഞാൻ എപ്പോഴും മറന്നു പോകാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അത് ഓർത്ത് പറയണമെന്ന് വിചാരിക്കും. ഏപ്രിൽ 26 കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 25 ആ സമയത്ത് വന്നിട്ടുള്ള കമൻ്റാണ് കേട്ടോ. ഞാൻ ഡേറ്റ് മറന്നു പോയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത് വിഷ് ചെയ്യാനായിട്ട്. ഒരുപാട് സോറി. ഇപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആതിര വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടി ഇതുപോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മന്ത്, അതായത് മെയ് ആണെന്ന് തോന്നുന്നു കേട്ടോ, 32 വയസ്സാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പേര് ആതിര എന്ന് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഇവർക്ക് 2 പേർക്കും ഞാൻ വിഷ് ചെയ്യണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഡേറ്റ് മറന്നു പോകുന്ന ഒരു ഇതുണ്ട്. ഞാൻ അങ്ങനെ ആരുടെയും ബർത്ത്ഡേ ഡേറ്റ് അങ്ങനെ ഓർത്ത് വെക്കാറില്ല കേട്ടോ. എത്ര മെമ്മറിയിൽ സൂക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ മറന്നു പോകുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും ഞാൻ അറിയുന്നത് തന്നെ, ഫ്രണ്ട്സിൻ്റെയൊക്കെ, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോഴായിരിക്കും കേട്ടോ അറിയുന്നത്. പിന്നെ എൻ്റെ മോളുടെയും ഹസ്ബൻഡിൻ്റെയും ബർത്ത്ഡേ ഡേറ്റ് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനിയൻ്റെത് പോലും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പോൾ അതുകൊണ്ട് സോറി കേട്ടോ. അപ്പോൾ ഞാനത് നേരത്തെ പറയേണ്ടതായിരുന്നു. ഇപ്പോൾ ലേറ്റായിപ്പോയി. ഇപ്പം ഞാൻ ഓർത്തത് കൊണ്ട് കൈയോടെ തന്നെ വീഡിയോയുടെ തുടക്കത്തിലേ പറയാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ടെറസിൻ്റെ മേലേക്ക് പോയി. പിന്നെ താഴെ വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് ജേണൽ എഴുതണമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഇരുന്ന് ജേണൽ എഴുതുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആമയും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നാളായി ഇതുപോലെ ചിക്കൻ മേടിച്ചിട്ട്. അങ്ങനെ ഇന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അത് മേടിച്ചാണ്. ആമി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് എടുത്താണ്. അവളുടെ റിസൾട്ടും കൂടി വന്നിട്ടുള്ള വീക്കാണിത്. അപ്പോൾ അവൾ 2nd സ്റ്റാൻഡേർഡ് ജയിച്ച് ഇനി അടുത്ത് 3rd സ്റ്റാൻഡേർഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സായത് കൊണ്ട് ഞങ്ങൾ അവൾക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചെയ്യാറൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡാണോ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ആദ്യം വിചാരിച്ചത് പുറത്ത് പോയി മേടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അവൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല മാർക്ക് മേടിച്ചിട്ടുള്ളൊരു വർഷം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അവളോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ചിക്കൻ കറിയും രസവും മതി എന്ന് പറഞ്ഞു. അതാണ് അവളുടെ ഫേവറേറ്റ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്ന് ചിക്കൻ മേടിച്ചു. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ വിനാഗിരി ഇരിക്കുന്ന ബോട്ടിൽ കുറച്ചധികം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കഴുകി എടുക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ ആമി എന്നോട് കിച്ചണിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സഹായമൊക്കെ ചെയ്തു തരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും അങ്ങനെ പറയാറില്ല. അപ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് എനിക്ക് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ പൊളിച്ചപ്പോഴത്തേക്കും അതിൻ്റെ വേസ്റ്റൊക്കെ തറയിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് അടിച്ച് വാരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ തന്നെ സ്വയമായിട്ട് ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടിച്ചൊക്കെ ഒന്ന് വാരുന്നുണ്ട്. അപ്പോൾ എന്നെ നന്നായിട്ട് സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ജോലികൾ മക്കൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വേണ്ടാന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവർ കൊച്ചു കുട്ടികളാണെങ്കിലും അറിഞ്ഞും കണ്ടുമൊക്കെ അവരങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ അമ്മയെന്ന് എന്നെക്കൊണ്ട് ഒരു പണിയും എടുപ്പിക്കില്ലായിരുന്നു കേട്ടോ. കിച്ചണിൽ എന്നെ കയറാനേ സമ്മതിക്കില്ല. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം കുക്കിംഗ് ചെയ്യാനുമാണ്. അപ്പോൾ അമ്മ ഇല്ലാത്ത തക്ക നോക്കിയൊക്കെയാണ് ഞാൻ കിച്ചണിൽ വരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത പണികളായിരിക്കും അമ്മ എനിക്ക് തരുന്നതൊക്കെ. ഉള്ളി പൊളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും തരുന്നത്. പക്ഷേ അതൊന്നും ഞാൻ ഇഷ്ടത്തോടെ ആയിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ കുക്കിംഗ് ചെയ്യുന്നതൊക്കെ കണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നോട് ഞാൻ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് ചെല്ലുമ്പോഴത്തേക്കും എന്നോട് പറയും പോയിരുന്ന് പഠിക്കാനായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ട് എൻ്റെ ഇഷ്ടത്തിനെല്ലാം വെക്കുന്നത്. എന്നാലും വീട്ടിൽ അമ്മ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും കേട്ടോ. അമ്മ ഇതുപോലെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്മയും അച്ഛനും കൂടി കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലുമൊക്കെ
ഞാനിതുപോലെ ചെറിയ രീതിയിൽ തോരൻ വയ്ക്കാനും രസവും ഓംലെറ്റും ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ അത് കഴിക്കും. അപ്പോൾ വന്ന് അവർ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് അഭിപ്രായമൊക്കെ പറയും. അപ്പോൾ വലിയ കുറ്റമൊന്നും പറയാറൊന്നുമില്ല. അമ്മ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറ്റമൊക്കെ കണ്ടുപിടിക്കും. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. അച്ഛന് എല്ലാം നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളുടെ ഓർമ്മകൾ എന്തായാലും മറക്കാതെ പങ്കുവയ്ക്കൂ. കമൻസിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ജോലി എടുക്കാനായിരുന്നു കൊച്ചിലെ ഇഷ്ടം? ചെറുതായിരുന്നപ്പോൾ നിങ്ങൾ പണിയെടുക്കാറുണ്ടായിരുന്നോ? ഇതൊക്കെ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ ഇതിനിടയിൽ തന്നെ ആമി ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയിരുന്ന് അസൈൻമെൻറ്റ് എഴുതുന്നുണ്ട്. ഹസ്ബൻഡിന് ഞാൻ കുറച്ച് ഉള്ളി എടുത്ത് കൊടുത്തിട്ട് പൊളിച്ച് വെക്കാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന്. കാരണം ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് ഹസ്ബൻഡാണിത് ക്ലീൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഡ്യൂട്ടിക്ക് കയറിയായിരുന്നു കേട്ടോ. സൺഡേ ആയിട്ടും ഇന്ന് ജോലിയുള്ള ദിവസമായിരുന്നു. എന്തോ ഒരു അർജൻറ്റ് വർക്ക് ചെയ്ത് തീർക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചേർത്ത് വയ്ക്കുന്ന മസാല എന്ന് പറയുന്നത് മുളകും മല്ലിയും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ ഒരു സൈഡിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നപ്പോഴത്തേക്കാണ് ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി പൊളിക്കാനായിട്ട് കൊടുത്തു. പിന്നെ എനിക്കിനിയിപ്പോൾ കിച്ചണിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാനും കൂടി പോയിട്ട് ഹസ്ബൻഡിന് കമ്പനി കൊടുത്തതാണ്. ഞങ്ങളങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത കേട്ടോ. പിന്നെ നല്ല ചൂടായ കാരണം കൊണ്ട് എനിക്ക് ഇടയ്ക്കൊന്ന് മോര് കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് തൈരിൽ കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് പതപ്പിച്ച് അടിച്ചെടുത്തിട്ട് കുറച്ചധികം വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്ത കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ തൈരാണെങ്കിൽ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ. അങ്ങനെ വലിയ പുളിപ്പൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് അടിച്ച് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആമിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആമിക്ക് എനിക്കാണ് മോര് ഭയങ്കര ഫേവറേറ്റ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ ഒന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കുടിച്ചിട്ട് അവൾക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു സൺഡേ ആണ് ഇന്ന്. പ്രത്യേകിച്ച് ഹോളിഡേ ആയ കാരണം കൊണ്ട് എന്നെ സഹായിക്കാനായിട്ട് അവർ രണ്ടുപേരും കൂടെ കൂടാറുണ്ട്. മിക്കവാറും എല്ലാ സൺഡേസിലും ഇതുപോലെ ഹസ്ബൻഡ് സ്പെഷ്യലൊക്കെ മേടിക്കുന്ന ദിവസം ആയതുകൊണ്ട് എന്നോടൊപ്പം കൂടാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ മീൻ ക്ലീൻ ചെയ്യുക, അതുപോലെ മീനാണെങ്കിൽ കൊഞ്ചും അതുപോലെ നെത്തോലി പിന്നെ കണവ അങ്ങനത്തെ ചെറിയ മീനുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഹസ്ബൻഡ് എന്നോടൊപ്പം കൂടാറുണ്ട് കേട്ടോ. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ചെയ്യാനും ഇതുപോലെ ഹെൽപ്പ് ചെയ്ത് തരാനും ഒക്കെ. ഇങ്ങോട്ട് വന്ന് സഹായം ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത് അറിഞ്ഞ ഒരാൾ നമ്മളെ സഹായിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവർ വരില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോൾ എന്നെക്കൊണ്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാലും ഞാൻ ചെയ്തു തരാനായിട്ട് പറയും. അല്ലാതെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാലും ഇങ്ങോട്ടേക്ക് വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് കുക്കിംഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ ചിക്കനൊക്കെ ഇതിൻ്റെ ഇടയിൽ കറി വയ്ക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കും ഉണ്ട് ഗരം മസാല തീർന്നു പോയിരിക്കുകയാണ്. പിന്നെ ഗരം മസാല വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതൊന്ന് ചതച്ചെടുത്ത് തരാനായിട്ട്. അങ്ങനെ അതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കിച്ചണിൽ കയറുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ഓരോ തമാശയൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാനൊക്കെയാണ് പുള്ളി നോക്കുന്നത്. എന്തോ ഇതിൻ്റെ ഒരു സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടായി. എന്തോ കാര്യം പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പിണക്കം വന്നതാണ് കേട്ടോ. അതാണ് എൻ്റെ മുഖം അങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ എന്തെങ്കിലും എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്നറിയില്ല. അതുപോലെയാണ് പുള്ളിയുടെ ഒരു കാര്യം. പിന്നെയെന്ന് പറയുന്നത് ഇതിനിടയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സവാളയും ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം കടുകും കുറച്ച് നല്ല ജീരകം, പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, ബിരിയാണി ഇല ഇത്രയും കൂടി ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം ഇത്രയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സവോളയും ഉള്ളിയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ തക്കാളി ഇടാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ. എപ്പോഴും സാധാരണ ആദ്യമേ തന്നെ തക്കാളി ഇട്ട് ഉള്ളിയുടെ കൂടെ ഇട്ട് വഴറ്റാറാണ് ഉള്ളത്. പക്ഷേ ഇത്തവണ ലേറ്റായി പോയി തക്കാളി ഇട്ടത്. ഇനി അത് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് ഉടഞ്ഞു വരട്ടെ. അതിനിടയിൽ
നമുക്ക് ചോറൊക്കെ ഒന്ന് വാർത്ത് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ രസവും ചിക്കൻ കറിയും കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു. ആമിക്കും ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ പീസസും ഞാൻ കറിയിലിട്ടിട്ടില്ല കേട്ടോ. സാധാരണ എപ്പോഴും നോൺ വെജൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി അല്ലെങ്കിൽ വെജിറ്റബിൾ, അതായത് തോരനോ മെഴുക്ക് വരട്ടിയൊക്കെ വെക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വെജിറ്റബിൾസ് ഇല്ല. ഇനി ഈ വൈകുന്നേരം ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് വെജിറ്റബിൾസ് മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് ആമിക്കും പിന്നെ വേറെ ഒന്നും കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയുമാണ് വെക്കുന്നത്. പിന്നെ രസം ഉണ്ടല്ലോ, അത് മതി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ വെജിറ്റബിൾസ് ഒന്നും സൈഡ് ഡിഷിന് എടുക്കാതെ ഇങ്ങനെ നോൺ വെജ് മാത്രമായിട്ട് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നു. ഇനി നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു ബ്ലെൻഡറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. നല്ല പൊടിയായിട്ട് കിട്ടും, നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അപ്പോൾ നല്ല മണമാണ്. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഗരം മസാല ഉണ്ടാക്കാറുള്ളത്, കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഇത് തീരുന്നതിനനുസരിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും. പക്ഷേ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കുമാണ് അറിയുന്നത് കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷമാണ് അറിയുന്നത് ഇതുപോലെ ഗരം മസാല തീർന്നു പോയെന്ന്. പിന്നെ ഇതിനിടയിൽ തന്നെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടിയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വറവെല്ലാം തയ്യാറാക്കുന്നത് ഈ ചെറിയ ചീനച്ചട്ടിയിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നമുക്ക് കംഫർട്ടായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചീനച്ചട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വലിയൊരു ചീനച്ചട്ടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഡിമാർട്ടിൽ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഒരുമാതിരി നോൺ സ്റ്റിക്ക് പോലെ ഇരിക്കും, പക്ഷെ അയണാണ്. അയണിൽ തന്നെ എന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അയണാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഏതോ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. പക്ഷെ അതാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ ഒരുപാട് അതിൽ കറി വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, തക്കാളിയുടെ പുളിപ്പ് കൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറെല്ലാം ഇളകിപ്പോയി. ഞാൻ പിന്നെ അത് കൊണ്ടുപോയി പുറത്ത് അന്ന് സാധനങ്ങൾ മാറ്റി വാങ്ങിക്കാനായിട്ട്, പാത്രങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് കൊടുത്തപ്പോഴത്തേക്കും അതും കൂടി കൊടുത്തുമായിരുന്നു. നമ്മളിതിനിടയിൽ തന്നെ ചിക്കനൊക്കെ വറുത്തെടുത്തു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ചൂട് കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് പുറത്ത് വരാനായിട്ട് തോന്നി. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കലൊക്കെ സ്റ്റോപ്പാക്കിയിട്ട് ഇപ്പം നമ്മൾ ഒന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു മൂവിക്കാണ് പോകുന്നത്. ഒരു ആനിമേഷൻ മൂവിക്കാണ് കേട്ടോ പോയത്. ആമി എന്ന് കാണിക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിന്ന് സത്യം തിയേറ്ററിലേക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയിൽ കണ്ടോ, വെയിൽ കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര ടയേർഡാവുന്നുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ ചെടികളില്ലേ, ഇതെല്ലാം വാടി നിൽക്കുകയാണ്. ചെടികളെല്ലാം മരങ്ങളെല്ലാം വാടി നിൽക്കുകയാണ്. അപ്പം ഞാൻ അതൊക്കെയാണ് ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ട് പോകുന്നത്. എല്ലാ ചെടിയും മരങ്ങളും എല്ലാം വാടി നിൽപ്പുണ്ട്, ഇവിടുത്തെ വെയിൽ അത്രയ്ക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ കൊച്ചു കേരളമാണ് കേട്ടോ ഇത്, നമ്മുടെ വീടിനടുത്തുള്ള കായലാണിത്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതുവഴി വരുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റടിക്കും. ഇപ്പോൾ ഈ ചൂട് കാരണം കൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഉണ്ട് ദേ അവിടെ ഒരാൾ വള്ളത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് നിൽപ്പുണ്ട്. ശരിക്കും അത് വള്ളമല്ല, എന്തോ ഒരു ചങ്ങാടം പോലെ അവരെന്തോ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ സത്യം തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ, സിനിമയുടെ പേര് മറന്നുപോയി. അങ്ങനെ ഇവിടെ നിന്ന് സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നൈറ്റാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വൈകുന്നേരം ഒരു 4 മണിക്ക് എന്തോ ആയിരുന്നു കേട്ടോ ഷോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി 8:30-9 മണിയായപ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.